നമസ്കാരം. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കി നിൽക്കുന്നത് 6 മാസമാണ്. 2027 മാർച്ചിൽ ഉത്തർപ്രദേശിൽ പുതിയ നിയമസഭ അധികാരത്തിൽ വരേണ്ടതുണ്ട്. UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാനാകുമെന്നാണ് ദേശീയ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാ കക്ഷികളും അരയും തലയും മുറുക്കി UPയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം കൂടി ഉൾപ്പെടുന്നതാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ UP തെരഞ്ഞെടുപ്പ് ഫലമെന്നത് BJPയെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. 403 അംഗങ്ങളാണ് UP നിയമസഭയിൽ ആകെയുള്ളത്. NDAക്ക് നിലവിൽ 294 അംഗങ്ങൾ. BJPക്ക് മാത്രം 253 സീറ്റുണ്ട് UPയിൽ. പ്രതിപക്ഷത്തിനാകട്ടെ 102 സീറ്റാണ് UPയിൽ ലഭിച്ചിരുന്നത്. സമാജ്വാദി പാർട്ടിക്ക് 100ഉം കോൺഗ്രസിന് 2ഉം. 2 സീറ്റ് മുൻ ഭരണകക്ഷി കൂടിയായ BSPക്ക് ലഭിക്കുകയും ചെയ്തു. അതിനു മുമ്പ് 2017 BJPക്ക് മൃഗീയ ഭൂരിപക്ഷമായിരുന്നു UPയിലുണ്ടായിരുന്നത്, 312 സീറ്റ്. അന്ന് സമാജ്വാദി പാർട്ടിക്ക് 47ഉം കോൺഗ്രസിന് 7ഉം അംഗങ്ങളായിരുന്നു ഉണ്ടായത്. BSPക്കാകട്ടെ 19ഉം. 2017 അപേക്ഷിച്ച് 2022 BJPക്ക് വോട്ട് ഷെയറും സീറ്റും കുറഞ്ഞു. ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമുക്കൊന്ന് നോക്കാം. ആകെ 80 ലോക്സഭാ സീറ്റുകളാണ് UPയിലുള്ളത്. അതിൽ NDA സഖ്യം 36 സീറ്റിലൊതുങ്ങി. പ്രധാനമന്ത്രി ഉൾപ്പെടെ മത്സരിച്ച സംസ്ഥാനത്താണ് ഇത്ര ദയനീയമായൊരു പരാജയം BJP ഏറ്റുവാങ്ങിയത്. 2019 64 സീറ്റുകളായിരുന്നു NDAക്കുണ്ടായിരുന്നത്. അതിൽ 62ഉം BJPക്കായിരുന്നു. BSPക്ക് 10ഉം സമാജ്വാദി പാർട്ടിക്ക് 5ഉം കോൺഗ്രസിന് 1ഉം സീറ്റുകളായിരുന്നു 2019 ലഭിച്ചിരുന്നത്. അവിടെ നിന്ന് 2024 എത്തിയപ്പോൾ സമാജ്വാദി പാർട്ടി 37 സീറ്റുകൾ നേടി. ഈ രാഷ്ട്രീയ കണക്കുകളാണ് UPയിൽ BJPയെ അസ്വസ്ഥമാക്കുന്നത്. SP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസവും ഈ കണക്കുകൾ തന്നെ. രാജ്യ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് UP. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എളുപ്പത്തിൽ UPയെ ബാധിക്കും. കർഷക സമരം കൊളുത്തിവിട്ട കൊടുങ്കാറ്റായിരുന്നു 2024 BJPയെ ഉലച്ചത്. അന്ന് BJPക്ക് അടിതെറ്റി എന്ന് തന്നെ പറയാം. സമാനമായ സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിച്ചതേയുള്ളൂ. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. UPയിലെ ജെൻസി വോട്ടർമാരെയും യുവ വോട്ടർമാരെയുമെല്ലാം ഇത് സ്വാധീനിക്കുമെന്ന പേടി BJPക്ക് കലശലായുണ്ട്. CJP പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയും അവരുടെ വേദിയിലെത്തി പരസ്യമായി അവർക്ക് എല്ലാവിധ സഹായവും ചെയ്യുന്നതിൽ സമാജ്വാദി പാർട്ടി മുമ്പിലുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നാം എടുത്തു കാണണം. എന്നാൽ ഇതിനെല്ലാം അപ്പുറം UPയിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകമുണ്ട് എന്നതാണ് BJPയെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദേശീയ രാഷ്ട്രീയത്തിലും UP രാഷ്ട്രീയത്തിലും BJPക്ക് വോട്ട് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു രാം മന്ദിർ. എന്നാൽ അതേ രാം മന്ദിർ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുമോ എന്ന പേടി BJP നേതാക്കൾക്കുണ്ട്. രാമക്ഷേത്രത്തിലെ സംഭാവനയുമായി ബന്ധപ്പെട്ട അഴിമതി BJPയെ ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കിയ ഘടകമാണ്. ഭക്തരിൽ നിന്നുള്ള സംഭാവനകൾ തട്ടിയെടുത്തു എന്ന ആരോപണമാണ് അവിടെ ഉയർന്നു വന്നത്. അന്വേഷണവും കോടതി കേസുമെല്ലാം ഇപ്പോൾ നിർബാധം തുടരുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറം അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഉത്തർപ്രദേശിൽ മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം പാർലമെൻറ്റിന് മുന്നിലും പാർലമെൻറ്റിനകത്തുമായി സമാജ്വാദി പാർട്ടിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഉന്നയിക്കുന്ന ഒരു വിഷയമായി അയോധ്യ വിഷയം മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമങ്ങളിൽ അമിത്ഷായെ ലക്ഷ്യമിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനൊപ്പം രാമമന്ദിർ വിഷയവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവും സഭയ്ക്ക് പുറത്ത് നടക്കുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. UP നിയമസഭാ സമ്മേളനത്തിലും രാമമന്ദിർ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത്. രാമമന്ദിർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ UP തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. രാമമന്ദിർ വിഷയത്തിലെ ചർച്ചകൾ കനപ്പെട്ടാൽ BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി മാറും.